റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി. വിഴിഞ്ഞം തുറമുഖത്ത് കരാറിന് വിരുദ്ധമായി GST കൈവശപ്പെടുത്താൻ ശ്രമിച്ച അദാനി പോർട്ട്. നിർമ്മാണ പ്രവർത്തനത്തിന് സർക്കാർ നൽകിയ തുകയിലാണ് GST കൈവശപ്പെടുത്തിയത്. കരാറിന് വിരുദ്ധമായി 85 കോടി രൂപയാണ് അദാനി പോർട്ട് കൈവശപ്പെടുത്തിയത്. അദാനി പോർട്ടിന്റെ അപേക്ഷയിൽ തുറമുഖ കമ്പനി പണം നൽകി. GST നൽകിയത് കരാറിന് വിരുദ്ധമായ നടപടിയാണെന്ന് തുറമുഖ കമ്പനിയുടെ ഓഡിറ്റിംഗിൽ CAG കണ്ടെത്തിയതോടെ പണം തിരിച്ചുപിടിച്ചു. ദിവ്യ എസ് അയ്യർ MD ആയിരിക്കെയാണ് 85 കോടി രൂപ തിരിച്ചുപിടിച്ചത്. രണ്ടാം പിണറായി സർക്കാരാണ് അദാനി പോർട്ടിന്റെ അപേക്ഷ നിരസിച്ചത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ കരാർ ലംഘിച്ചു അദാനി പോർട്ട് എന്നതിന്റെ എന്ത് തെളിവുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? സ്മൃതി, 2023 കാലഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകിയ പണത്തിന് GST വേണമെന്ന് ആവശ്യപ്പെട്ട തുറമുഖ കമ്പനിയെ അദാനി പോർട്ട് സമീപിക്കുന്നു. അദാനി പോർട്ടിന്റെ അപേക്ഷയിൽ തുറമുഖ കമ്പനി ഏതാണ്ട് 85 കോടി രൂപയാണ് അനുവദിച്ചത്. പക്ഷേ അത് കരാറിന്റെ ലംഘനമാണെന്ന് CAG ഓഡിറ്റിൽ കണ്ടെത്തുന്നു. അതിന് തൊട്ടുപിന്നാലെ തന്നെ അന്നത്തെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ദിവ്യ എസ് അയ്യർ അത് പരിശോധിച്ച കമ്പനിയിൽ നിന്നും പണം തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് തുറമുഖ കമ്പനി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി അദാനി പോർട്ടിൽ നിന്നും 85 കോടി രൂപ തിരിച്ചുപിടിച്ചത്. 2024 കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി 2023 ഇത് 85 കോടിയോളം രൂപ അദാനി പോർട്ടിന് ഈ കരാറിന് വിരുദ്ധമായി നൽകിയത്. ഏതായാലും അതിന് തൊട്ടുപിന്നാലെ തന്നെ അദാനി പോർട്ട് സംസ്ഥാന സർക്കാരിന് ഒരു അപേക്ഷ നൽകി. GST തുക വേണം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എന്നായിരുന്നു അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചത്. അത് സംസ്ഥാന സർക്കാർ ലഭിച്ചപ്പോൾ തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിക്ക് ഈ അപേക്ഷ കൈമാറി. എംപവേർഡ് കമ്മിറ്റി കരാർ പരിശോധിച്ചു, അപേക്ഷ പരിശോധിച്ചു. അപ്പോൾ കരാർ വ്യവസ്ഥ പ്രകാരം GST തുക സംസ്ഥാന സർക്കാർ നൽകുന്ന ഈ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള തുകയ്ക്കൊപ്പം നൽകേണ്ടതില്ല എന്നാണ് കരാറിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപേക്ഷ നിലനിൽക്കുന്നില്ല എന്ന റിപ്പോർട്ട് എംപവേർഡ് കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് നൽകി. അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ GST വേണമെന്ന അദാനി പോർട്ടിന്റെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിന് പൂർണ്ണമായും GST വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ കരാറിൽ അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല എന്ന വാദം സർക്കാരിന്റെ ഭാഗത്ത് ഉയർന്നു. അങ്ങനെ 85 കോടി രൂപ അത് നൽകി അത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, അത് കരാർ ലംഘനമാണെന്ന് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏതാണ്ട് 350 കോടിയിലേറെ രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. CAGയുടെ നിർണായക കണ്ടെത്തൽ, മാനേജിംഗ് ഡയറക്ടറായിരുന്ന ദിവ്യ എസ് അയ്യരുടെ ഇടപെടൽ, ഈ രണ്ട് കാര്യങ്ങൾ, അതിനൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ഈ 3 കാര്യങ്ങളാണ് ഈ തുക തിരിച്ചുപിടിക്കാനും സംസ്ഥാന സർക്കാർ ഏതാണ്ട് 350 കോടിയിലേറെ നഷ്ടം വരാൻ സാധ്യതയുള്ളത് തടയാനും സാധിച്ചത്. ഏതായാലും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓഹരി കൈമാറ്റ വിവാദം ആളിക്കത്തുമ്പോഴാണ് CAG റിപ്പോർട്ടിന്റെ വിവരങ്ങളും അതേപോലെ നേരത്തെ കരാർ ലംഘിച്ചുകൊണ്ട് കൈമാറിയ തുക തിരിച്ചുപിടിച്ചതടക്കമുള്ള വിവരങ്ങളും പുറത്തുവരുന്നത്. സ്മൃതി, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. GST ഇനത്തിൽ 85 കോടി രൂപ അദാനി പോർട്ട് കൈപ്പറ്റി എന്ന വിവരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.